വള്ളത്തോൾ നാരായണ മേനോൻ പ്രവാചകരെ കുറിച്ച് എഴുതിയ കവിതയാണ് പാംസു സ്നാനം. വള്ളത്തോൾ മഹാകവിയാണ്. ഉള്ളൂർ എസ് പരമേശ്വരയ്യരും കുമാരനാശാനും അടങ്ങുന്ന ആധുനിക കവിത്രയങ്ങളിൽ പ്രധാനിയായ ഒരാളാണ്. രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് കേരളത്തിൻ്റെ വാൽമീകി എന്നറിയപ്പെട്ട സാഹിത്യകാരനാണ്. മാത്രമല്ല, സ്വാതന്ത്ര്യ സമരകാലത്ത് സമരസേനാനികൾക്ക് ആവേശം പകരുന്ന ദേശസ്നേഹത്തിന്റെ ഒരുപാട് കവിതകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അത് കാരണത്താൽ ദേശീയ കവി എന്ന തിലകവും ചാർത്തിയ ആളാണ്. അദ്ദേഹത്തിന് ഒരിക്കൽ ഒരു അസുഖം ബാധിച്ച് അദ്ദേഹത്തിന്റെ ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടു പോയി. ആ സങ്കടം ലോകത്ത് വിളിച്ചറിയിക്കാൻ അദ്ദേഹം ഒരു കവിത രചിച്ചു, ബദിരവിലാപം എന്നൊരു കവിത. പ്രവാചകരെ കുറിച്ച് പറയാൻ അദ്ദേഹം പാംസു സ്നാനം എന്ന കവിത എഴുതിയപ്പോൾ പ്രപഞ്ച സൃഷ്ടാവിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ അല്ലാഹു എന്ന ഒരു കൃതി തന്നെ അദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട്. കോഴിപ്പറമ്പിൽ കുട്ടിപ്പാറു അമ്മയുടെയും മല്ലിശ്ശേരി ദാമോദരൻ ഇളയതിൻ്റെയും മകൻ സാക്ഷാൽ വള്ളത്തോൾ നാരായണ മേനോൻ. അദ്ദേഹം തൻ്റെ കവിതയിൽ പ്രവാചകരെക്കുറിച്ച് പറയുന്ന പാംസു സ്നാനത്തിൽ തങ്ങളുടെ അചഞ്ചലമായ ആത്മവിശ്വാസത്തെ, അർപ്പണബോധത്തെ, നിശ്ചയദാർഢ്യത്തെക്കുറിച്ച് പറയുന്നൊരു വരിയുണ്ട്. അത് വളരെ മനോഹരമായ വരിയാണ്. അധൈര്യമേ നിൻ കെടുമഞ്ഞു വീഴായിക ഹമ്മദിൻ സജ്വരമായ നെഞ്ചിൽ ചന്ദ്രാർക്കരെ കൈകളിൽ വെച്ചു തന്നാൽ പോലും നിർത്തില്ലവൻ ഇപ്രയത്നം. അധൈര്യമേ, നിനക്ക് മുഹമ്മദിന്റെ നെഞ്ചകത്തേക്ക് കടന്നു പോകാമെന്ന് വിചാരിക്കേണ്ട. അധൈര്യം എന്ന ഒരു വാക്കിന് മുഹമ്മദിന്റെ ജീവിതത്തിൽ വിലയില്ല എന്ന് അദ്ദേഹം തൻ്റെ കവിതയിലൂടെ പറയുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ കൈകളിൽ നിങ്ങൾ സൂര്യചന്ദ്രാദികളെ വെച്ചു തന്നാൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ഏൽപ്പിച്ച ഈ വിശുദ്ധമായ ദീനിന്റെ പ്രബോധനത്തിന്റെ ദൗത്യത്തിൽ നിന്ന് പിന്നോട്ടു പോകാൻ ഞാൻ ഒരുക്കമല്ല എന്ന ഒരു നിശ്ചയദാർഢ്യത്തിന്റെ, ആത്മവിശ്വാസത്തിന്റെ വാക്കുണ്ട്. ആ വാക്കുകൾ തൻ്റെ കവിതയുടെ വരികളിലൂടെ ആവർത്തിക്കുകയാണ് വള്ളത്തോൾ നാരായണ മേനോൻ. അങ്ങനെ ഒരുപാട് സാഹിത്യകാരന്മാർ പലരിലൂടെ, പല രൂപങ്ങളിൽ, പലതിലൂടെ നമുക്ക് പ്രവാചകരെ വായിക്കാം.